നമ്മൾ വർക്കലയിൽ ഒരു വാർത്ത പ്രേക്ഷകർ ഇന്നലെ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. വർക്കല നമ്മൾ തന്നെ ഉദ്ഘാടനം ചെയ്യുന്നതിന് മുമ്പ് പ്രേക്ഷകരിലേക്ക് എത്തിച്ചതാണ് ആ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ്. ആ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് തകർന്ന് അപകടമുണ്ടായതിൻ്റെ റിപ്പോർട്ട് ഇപ്പോൾ ടൂറിസം ഡയറക്ടർ മന്ത്രി PM മുഹമ്മദ് റിയാസിന് റിപ്പോർട്ട് നൽകുന്നുണ്ട്. അപകടമുണ്ടായ ശനിയാഴ്ച കേരള തീരത്ത് വലിയ തിരമാലകൾക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര സമുദ്ര പഠന ഗവേഷണ കേന്ദ്രം മുന്നറിയിപ്പ് നൽകിയിരുന്നെങ്കിലും അത് വകവയ്ക്കാതെയാണ് ഇത്രയും അധികം ആളുകളെ ആ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജിലേക്ക് കയറ്റിയത് എന്നതാണ് പ്രധാനപ്പെട്ട ആരോപണം. ഈ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് പ്രവർത്തിപ്പിച്ച കമ്പനിക്കെതിരെയും ഒരുപക്ഷെ നടപടി ഉണ്ടാകുമെന്നറിയുന്നു. ആദിൽ പാലോട് ചേരുന്നുണ്ട് തത്സമയം. ആദിൽ പാലോട്, വെരി ഗുഡ് മോർണിംഗ്. നമ്മൾ വർക്കലയിൽ തത്സമയം പ്രേക്ഷകരിലേക്ക് എത്തിച്ചതാണ് ആ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജിനെ കുറിച്ച്. അന്ന് നമ്മളോട് ഈ കമ്പനിക്കാർ പറഞ്ഞത് വളരെ സുരക്ഷിതമായ ഒരിടമാണ് ഈ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ്, എല്ലാ സുരക്ഷാ മാനദണ്ഡങ്ങളും പാലിച്ചുകൊണ്ടാണ് ഈ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് നിർമ്മിച്ചിരിക്കുന്നത് എന്നാണ്. ടൂറിസം വകുപ്പ് ഡയറക്ടറുടെ റിപ്പോർട്ടിൽ എന്താണുള്ളത് എന്നാണ് നമുക്ക് അറിയാൻ സാധിച്ചിരിക്കുന്നത്. കമ്പനിയെ കുറ്റപ്പെടുത്തിക്കൊണ്ടാണോ അതല്ല ഈ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിൻ്റെയും ഒപ്പം തന്നെ സമുദ്ര പഠന നിരീക്ഷണ കേന്ദ്രത്തിൻ്റെയും ഒക്കെ റിപ്പോർട്ടുകളെ അവഗണിച്ചുവെന്നാണോ ഈ ടൂറിസം ഡയറക്ടറുടെ റിപ്പോർട്ടിലും ഉള്ളത്? അതിൽ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് പ്രവർത്തിപ്പിക്കുമ്പോൾ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിൽ നിന്നുള്ള മുന്നറിയിപ്പുകൾ കൃത്യമായി പാലിക്കണമെന്ന വ്യവസ്ഥയുണ്ടായിരുന്നു. ഈ വ്യവസ്ഥ പാലിച്ചിട്ടില്ല എന്ന് തന്നെയാണ് ടൂറിസം വകുപ്പ് ഇപ്പോൾ മനസ്സിലാക്കുന്നത്. ഈ അപകടമുണ്ടാകുന്ന ശനിയാഴ്ച 9-ാം തീയതി ശക്തമായ തിരമാലയുണ്ടാകും, ബീച്ചിലേക്ക് ആരും ഇറങ്ങരുത്, ബീച്ചിൽ വിനോദസഞ്ചാരത്തിന് പോകരുത് എന്ന കൃത്യമായ നിർദ്ദേശം കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി അടക്കമുള്ള ഏജൻസികൾ നൽകിയിരുന്നു. അത് മാധ്യമങ്ങളും നൽകിയതാണ്. പക്ഷേ ആ മുന്നറിയിപ്പ് അവഗണിച്ചാണ് സർക്കാരിൻ്റെ വ്യവസ്ഥ നിലനിൽക്കെ ഇങ്ങനെ കടലാക്രമണം, രൂക്ഷമായ കാലാവസ്ഥ മുന്നറിയിപ്പുകളുള്ള സമയത്ത് ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് പ്രവർത്തിപ്പിക്കരുതെന്ന മുന്നറിയിപ്പും വ്യവസ്ഥയും ലംഘിച്ചാണ് ഈ കരാർ കമ്പനി ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് പ്രവർത്തിപ്പിക്കുകയും ആളുകളെ കയറ്റുകയും ചെയ്തത് എന്നതാണ് ഗുരുതരമായൊരു കൃത്യവിലോപമായി റിപ്പോർട്ടിൽ ഉണ്ടാവുക എന്നാണ് മനസ്സിലാക്കുന്നത്. മാത്രമല്ല, ഈ നേരത്തെ ഇവർ അവകാശവാദങ്ങൾ പറഞ്ഞതുപോലെ സുരക്ഷയുണ്ടായിരുന്നു എന്ന കാര്യത്തിൽ കൂടുതൽ പരിശോധന വേണമെന്ന ഒരു നിർദ്ദേശം കൂടി വെക്കാൻ സാധ്യതയുണ്ട്. ശക്തമായ തിരമാല വന്നാൽ കൈവരി തകർന്നു പോകുന്ന അത്ര ദുർബലമാണോ കൈവരി എന്നൊരു ചർച്ച കൂടി വന്നിട്ടുണ്ട്. അതുകൂടി പരിശോധിക്കാനുള്ള നിർദ്ദേശം റിപ്പോർട്ടിൽ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. മറ്റൊരു പ്രധാനപ്പെട്ട ആക്ഷേപം ശരിയാണ്. നമ്മൾ ആ സമയത്ത് ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് കയറുന്ന സമയത്ത് നമ്മൾ ഈ കാര്യം അവരോട് ചോദിച്ചതാണ്, വലിയൊരു തിരമാലയൊക്കെ വന്നാൽ ഈ കൈവരി തകരുമോ? അന്ന് അവരോട് കമ്പനിക്കാർ നമ്മളോട് പറഞ്ഞത് ഒരു തരത്തിലും അത് തകരില്ല, പലതവണ ടെസ്റ്റ് ചെയ്തതിന് ശേഷമാണ് ഈ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് അവിടെ കൊണ്ടിട്ടത് എന്നാണ്. എന്തായാലും സർക്കാരും KTDC നമ്മളും ഒക്കെ വലിയ പ്രതീക്ഷയോടുകൂടി അവതരിപ്പിച്ചൊരു ബ്രിഡ്ജാണ് തകർന്നിരിക്കുന്നത്. അതിൽ ടൂറിസം വകുപ്പ് ഡയറക്ടറുടെ റിപ്പോർട്ടിൽ പറയുന്നത് എന്താണ് എന്നുള്ളതിൻ്റെ കൂടുതൽ വിശദാംശങ്ങൾ അതിൽ അല്പസമയത്തുള്ളിൽ പ്രേക്ഷകർക്ക് നൽകും. താങ്ക് യു. അതിൽ നമ്മൾ